മുറി പറ്റുമ്പോഴല്ലോ വണ്ടി തട്ടി സൈക്കിൾ കൊണ്ടാണ്ട് കുത്തിച്ചു എന്നൊക്കെ ഇതാക്കണേ ആ ആള് വേനാണ്. താടി വെട്ടിയാല് ഓലെ തല ഞാൻ പൊട്ടും. ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ, ഈ ഇൻട്രോ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പറയണേ. കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ലാസ്റ്റ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോയി നോക്കുക. നിങ്ങൾക്ക് ആർക്കൊക്കെ ചോറാണ്ട്? എനിക്ക് വേണ്ട? ഉറപ്പാ? എനിക്കോ? എനിക്ക് ചോറുണ്ട? അറിയില്ല. എനിക്ക് ചോറുണ്ട? എനിക്കോ? ചോറ് വേണ്ട? വെറും ചോറ് ആർക്കൊക്കെ പറ്റുക? എത്തും വേണ്ട? എനിക്ക് എത്തും വേണ്ട എന്ന് വെച്ചാൽ മതി. എനിക്ക് വെറും ചോറ് പറ്റുമോ? എനിക്ക് വെറും ചോറ്. എനിക്കോ? വെറും ചോറ് പറ്റും. എനിക്കോ? എനിക്കോ? രണ്ടാൾ ഏതും പറ്റും, രണ്ടാൾ വെറും ചോറ്. എനിക്കോ? ഏതും പറ്റും. മൂന്നാൾക്ക് ഏതും പറ്റും, രണ്ടാൾക്ക് വെറും ചോറ് അല്ലേ? ഓക്കെ. വിരിച്ചുട്ടാണി ഉണ്ടാവോ? ഇരുന്നാണി ഇരുന്ന എനിക്ക് ഓടിയിരുന്നോ? സെന്റർക്ക് ഇരുന്ന അവിടെ വെച്ചോ. എന്ത് പറ്റും പറഞ്ഞോല് തീർത്തോളി. വെറുംചോറ് പറഞ്ഞോൽക്ക് വെറുംചോറ് വരും കേട്ടോ. കുറച്ച് ചിന്തല്ലേ? ചിന്തല്ലേ ഇവിടുന്ന മരെ ഓക്കെ. നമുക്ക് മാത്രം പോരെ? എന്താ വൈബില്ലേ ഫുഡിന്റെ? എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. അതാണ് തന്നെ. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ഒക്കെ എടുത്താണ്ട് നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഓൽക്കിന്ന് ഭക്ഷണം, ഇതൊരു വൈബാണ്, വട്ടം കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാനിലേക്ക് എത്തിയത് അല്ലേ? ഇതോ അല്ലേ? ഭക്ഷണം എങ്ങനെ ഉണ്ട്? ഇവിടുന്ന് വാങ്ങിയ ഹോട്ടലിൽ നിന്ന് വാങ്ങിയാണ്, ഇവിടെ ഉണ്ടാക്കിയൊന്നുമല്ല. ഓക്കെ. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞില്ലേ? റെസ്റ്റും കഴിഞ്ഞില്ലേ നിങ്ങളെ? കഴിഞ്ഞോ? എന്നാ അടുത്ത പരിപാടി നോക്കിയാലോ? അപ്പം നമ്മൾ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേനോ, ഒരു വണ്ടി തട്ടി സൈക്കിൾ കൊണ്ടാണ്ട് കുത്തിച്ചു എന്നൊക്കെ ഇതാക്കണേ ആ ആള് വേനാണ്. ഇവിടെ മുറി കാണിച്ചു കൊടുത്താ ഇതാക്കണേ. ഇവിടെ ഇതാക്കണ ഒരു മുറി കാൽമേല പിന്നെ ഉള്ളത് അല്ലേ? ഇവിടെ കൈമത്ത് ഫുള്ള് കാണിച്ചു കൊടുക്കി. ഇതാ കൈമേല് ഇതാ ഇവിടെ, പിന്നെ കാൽമേല് ഇതാക്കണ്. ചെറിയ ചെറിയ മുറികളാണ്, പക്ഷെ എല്ലായിടത്തും
എല്ലായിടത്തും ഉണ്ട് അടയാളങ്ങൾ. എങ്ങനെ ഉണ്ടായിന് എൻ്റെ വണ്ടി തെറ്റിയപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ? നരകത്തിലോ സ്വർഗത്തിലോ ഏതെങ്കിലും ഒന്ന്. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, വണ്ടിമന്ന് വീണ് ഹോസ്പിറ്റലിൽ പോയി മുറി കെട്ടി വന്നതിന് ശേഷം തന്നെ നമ്മൾ വിളിച്ചത്. എല്ലാവരും മുറി പറ്റുമ്പോഴല്ലേ നമ്മൾ വിളിച്ചല്? പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരെ വന്നപ്പോൾ അവൻ്റെ അപ്പച്ചി ഇവിടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ ഒരു കള്ളനൊളി, എന്തിന് അവൻ്റെ അപ്പച്ചി അവനെ അടിച്ചാക്കാളേ. ഏതാ വിളവ് അറിയോ? വേദന ഉണ്ടായിനോ പറ്റിയപ്പോൾ? പറ്റി കഴിഞ്ഞാലേ വേദന ഉണ്ടായിനോ? പിന്നെ എത്ര നമ്മൾ വിളിച്ച് തല്ലും വിചാരിച്ചു മീഡിയം. അപ്പോൾ വണ്ടി എന്താണ് എനിക്ക് ആക്ച്വലി ആ സമയത്ത് എനിക്ക് എന്താണ് സംഭവിച്ചത്? സൈക്കിളിൽ ചൂട് നിർത്തി പോയി. ആ സംഭവം ഒന്ന് വിവരിച്ച. ബോധമില്ല എനിക്ക്. കണ്ണും മൂട്ടി കുത്തിർക്ക് ബൈക്ക് സൈക്കിൾ മേലോ? കാർ എന്നെ വന്ന് ഇടിച്ചാണോ അതോ അങ്ങോട്ട് പോയി ഇടിച്ചാണോ? എന്താ സംഭവം? പിന്നെ തിരിച്ചതല്ല പെട്ടെന്ന് തിരിച്ച് ബ്രേക്ക് പൊട്ടിന്. ആ ബ്രേക്ക് ആരാ പൊട്ടിച്ചത്? കല്യാണത്തിനാണ്. അപ്പൊ ഗൈസ് വണ്ടിന്റെ ഓൾറെഡി ഒരു ബ്രേക്ക് പൊട്ടിനി. അപ്പം പൊട്ടിയ ബ്രേക്ക് പോയാണ്ട് പോയി പിടിച്ച്. എങ്ങനെ ഉണ്ടാവും? ഇല്ലാത്ത ബ്രേക്ക് ഉണ്ടാക്കാൻ നോക്കിയതാണോ അവന് സൈക്കിളിൽ കുത്തിരുന്നാണ്ട്? ഇപ്പൊ ചിരിച്ചായിരുന്നാണ്ട്. എന്താ അല്ലേ വല്ലാത്തൊരവസ്ഥ. അടുത്ത ഐദുവിനോട് ഓൻ്റെ പിന്നെ ഇത് ചോദിച്ചു നോക്കാം, എന്താണിത് ഇതാക്കണേ. വണ്ടി ഓന് വണ്ടി കൊടുത്തതാരാ? സൈക്കിള് ജയ്യു. ആരാ സൈക്കിളാ കൊണ്ടുപോയത്? അതിന്റെ ബ്രേക്ക് ആരാ കേടെടുത്തി? എവിടെ? അവിടെ കുണ്ടിലെ കല്യാണം വരണ്ടേ അവിടെ പോയിട്ടാണ് ആ കുണ്ടിക്കാണ് പോണേ. അപ്പൊ എന്ത് കൊടുത്തപ്പോ അവനോട് ബ്രേക്ക് ഇല്ലാത്തവനോട് പറയാഞ്ഞ്? എന്ത് സൈക്കിള് തീരുമാനായോ? അവന്റെ കയ്യും തീരുമാനായി. അവന്റെ കയ്യിന്റെ എല്ലാം ഒന്നും പൊട്ടൂലേ? അതല്ല രസം. വണ്ടിമന്ന് വീണാണ്ട് ഇപ്പം ചിരിച്ചു തറിയാ. ഹോസ്പിറ്റലിലേക്കൊന്നും പോണ്ടാറോ തിരക്കേനി. ലാസ്റ്റ് തട്ടി കാറുകാരൻ തട്ടി പിന്നെ കാർക്ക് എടുത്തിട്ട് കൊണ്ടേക്കുക നടക്ക ഹോസ്പിറ്റലിൽ കയറാണ്ട് അല്ലേ? ഇതിന്റെ ഹോസ്പിറ്റലിൽ പോകണ്ടാ പോകില്ലെന്ന് പറയുന്നത്. ഇഞ്ചക്ഷൻ വെച്ചോണ്ട് ഹോസ്പിറ്റലിൽ എന്താ കാട്ടി തന്നെ? ഇഞ്ചക്ഷൻ ഒന്നും വെച്ചില്ല, ഒന്നും വെച്ചില്ല. ഇഷ്ടോ? എന്നാ നടക്ക്, വണ്ടി കയറുന്നു, വണ്ടി വെക്കുക. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇതാക്കണേ മുടി വെട്ടാൻ പോവാ അല്ലേ? മുടി വെട്ടിയിട്ട് ബാക്കി പരിപാടി അല്ലേ? എനിക്ക് എങ്ങനെയാ മുടി വെട്ടണ്ട്? അങ്ങനെ വരണം. അപ്പം ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എന്താ പറയാ ഏത് കോലത്തിൽ വെട്ടണം എന്നുള്ളത് ബാർബർ ഷോപ്പിലെ കസാലയിൽ ഇരിക്കുമ്പോൾ ബാർബർ തീരുമാനിക്കും. നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. ഓൾക്ക് തോന്നിയ പോലെ വെട്ടിക്കോട്ടെ എന്നുള്ള ലെവലാണ്. എന്തായാലും താടി വെട്ടിയാല് ഓലെ തല ഞാൻ വെട്ടും. അപ്പൊ നമ്മള് ഇനി മുടി വെട്ടിയിട്ട് കാണാം കേട്ടോ. മുടി വെട്ടുന്ന കാഴ്ചകള് പറ്റും നോക്കട്ടെ. ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും കേറട്ടെ. അപ്പ ഒരു കാര്യം പറയുള്ളൂ, ഇത് ഫുള്ളെടുത്താണ് മുഖത്ത് പ്രേതത്തിന് വരുന്നുണ്ടാവും. പിന്നെ നാട്ടുകാർ പ്രേതം പറയണു അപ്പൻ്റെ അടുത്തേക്ക് വരില്ല. എന്താണ് അല്ല എത്ര ആ കാര്യം പറയും. മനസ്സിലാവുക ചെയ്യും. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ? മനസ്സിലാവാൻ വെക്കൂല. താടി ഇട്ടിയാ മതി, ആള് മനസ്സിലാവുന്നില്ല. എൻ്റെ അപ്പനെപ്പോ
ഫസ്റ്റ് എഴുതിയല്ല കുറച്ച് വലുത്തില്ലേ ആ കുറച്ച് വലുത്തിന് മുട്ട മുട്ട ഇനി ഐദുവിൻ്റെ ഊയാണ് ഇനി മുട്ടയാക്കട്ടോ അതാ അങ്ങനെ മുട്ടയാക്കണം കേട്ടോ. അങ്ങനെ എനിക്കൊരു സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് ഐദുവിനെ മുടി വെട്ടാൻ കസാലയിൽ ഇരുത്തിയാണ്ട് ഞാൻ മെല്ലെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഓൻ്റെ മുടി വെട്ടിയിട്ട് ഓൻ്റെ ലുക്ക് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. എനിക്ക് കുറച്ച് അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് ഞാൻ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.